നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് ഒന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം ആദ്യം. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സത്യം നമുക്കറിയാൻ ശ്രമിക്കാം. ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു സത്യം നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തുമായിരിക്കാം ലൈക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ തടസ്സമായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോ നമുക്ക് ചില കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം നിങ്ങളോട്. ടെമ്പറൻസ്, 5 of cups, 5 coins. ഇപ്പോ judgment. Ace of cups. Okay. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ പറ്റുന്നത്ര എഫേർട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് മേ ബി അവർ ലൈഫിൽ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ 5 of cups ആൻഡ് 5 of coins ഉണ്ട്. സോ ജഡ്ജ്മെൻറ്റും ഉണ്ട്. സോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ എന്തോ അവരൊരു കർമ്മ ടൈം ഗോ ത്രൂ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ബട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈസ് ഓഫ് കപ്സ് ആണ്. ഈസ് ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ലൈക്ക് യെസ് ഏറ്റവും ലൈക്ക് നമ്മൾ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ യെസ്, അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സന്തോഷം കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ പറയാം. ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അവർ ചില സിറ്റുവേഷൻസ് ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് ഇമോഷണൽ ലോസ് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് എന്തോ പാസ്റ്റിലെ ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് നടന്നതായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിലെ ചില പേടികളായിരിക്കാം. സോ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പേടികളോ ഫിയേഴ്സോ ടെൻഷനോ ഒക്കെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ടെൻഷൻസ് കാണുന്നുണ്ട്, ഇമോഷണൽ ലോസും കാണുന്നുണ്ട്. ഓക്കെ, നമുക്കതെല്ലാം സീക്രട്സിലേക്ക് പോകാം. നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈസ് ഓഫ് കപ്സ് ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിയിലാണ്. അതായത് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ബട്ട് അവരൊരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. മേ ബി മുൻപ് നിങ്ങളോട് എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളായിരിക്കാം, റിഗ്രറ്റ് ഉണ്ടാവുക അവരുള്ളിൽ. ഓക്കെ, 5 കപ്സും 5 പെൻറ്റിക്കിൾസും നമ്മൾ പറയുമ്പോൾ എവിടെയോ ലോസ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, രണ്ട് തരത്തിലും. ബട്ട് ഇവരൊരു കർമ്മ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, ഒരു ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് നിങ്ങൾ ഒന്നും ചെയ്യൊന്നും വേണ്ട, അത് കർമ്മ നോക്കിക്കോളും എന്ന് പറയില്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് പേഴ്സൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ സീക്രട്സ് ഇവിടെ എന്താണ്, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. What do we not know? High Priestess, secrets. ഞാൻ പറഞ്ഞുള്ളൂ. Death card, 2 of wands, 3 of coins, Eight of wands, 6 of coins, Ace of coins വീണ്ടും വന്നു. ഓക്കെ, ടവർ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചില സീക്രട്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം, ചിലപ്പോൾ അറിയുന്നതായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ഇവിടെ കാണുന്നുണ്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട്. ഈവൻ തേർഡ് പാർട്ടി അല്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ മറക്കുന്നുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ ചിലത് നിങ്ങളെ വേണം വെച്ചിലേക്ക് തേർഡ് പാർട്ടിയുടെ ഇതാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് ചിലത് പറയാതിരുന്നതായിരിക്കാം. അങ്ങനെയും ചിലവർ ചെയ്യാറുണ്ട്. സോ എന്തായാലും ശരി, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ കുറച്ച് സീക്രട്ടീവായിട്ട് കാണുന്നുണ്ട് എനിക്ക്. അവരെ മനസ്സിൽ പലതും വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒരു വേറൊരു കാര്യം ലോസ് എന്ന് കണ്ടത് ഡെത്തും ഉണ്ട് ഇവിടെ. സോ
മേ ബി അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഒരു എൻഡിങ് നടന്നു കാണും ഓൾറെഡി. ഓക്കെ, ഒരു എൻഡിങ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുമായിട്ടല്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിലല്ല, ബട്ട് അവരുടെ ലൈഫിൽ വേറെ എന്തോ എൻഡായി പോയിട്ടുണ്ട്. അതൊന്നുമില്ലെങ്കിൽ പാസ്റ്റിലെ വല്ല കാര്യങ്ങളായിരിക്കാം, ഏതെങ്കിലും ലൈക്ക് കുറേ കാലം മുമ്പ് നടന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻഡായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പേടിയായിരിക്കാം. വീണ്ടും നമുക്കത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടി തോന്നും. ഓക്കെ, ആ ഒരു പേടികൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കാം, ഫിയേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന അവർക്കൊരു നഷ്ടം വന്നിട്ടുണ്ട്. അവർക്ക് ഇത് റീസെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മുൻപത്തെ ആയിരിക്കാം. ഒരു ലോസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അതിൽ നിന്ന് അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ആ ലോസിൽ നിന്ന് അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഫീലിംഗ് ഓഫ് ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ തനിച്ചാക്കിപ്പോയി, അവർ തനിച്ചായിപ്പോയി, അല്ലെങ്കിൽ അവർ ആരെങ്കിലും വിട്ടുപോയി, അങ്ങനെ പല കാര്യങ്ങളുമാണ് എനിക്കിവിടെ കാണുന്നത്. എന്തെങ്കിലും എൻഡായ പോലെയാണ്, അവരുടെ ലൈഫിൽ നിന്ന് എന്തോ ഒരു സിറ്റുവേഷൻ എൻഡായി പോയ പോലെയാണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഒരു അത് ഇപ്പോൾ അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൊണ്ടല്ല, ഇവിടെ വന്നത് മുഴുവൻ കോയിൻസ് ആണ്. കോയിൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ല. ബട്ട് എന്നാലും ഇവിടെ തേർഡ് പാർട്ടി ആണെങ്കിൽ, ഓക്കെ, ഞാൻ തേർഡ് പാർട്ടി എന്ന രീതിക്ക് തന്നെ പറയാം, ഇവിടെ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ മെയിൻ കാര്യം. ആ തേർഡ് പാർട്ടി എൻഡ് ആയത്, പക്ഷേ അവർക്ക് അങ്ങനെ ഇഷ്ടം, താല്പര്യം എന്ന് വെച്ചാൽ വളരെ ഇമോഷണലി എന്നോട് സ്നേഹം അങ്ങനെയല്ല, ആ രീതിക്കല്ല കാണുന്നത്. ഓക്കെ, അത് പക്ഷേ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്നു അത് എന്ന് പറയാം. ഓക്കെ, അവരെ ലൈഫ് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ജസ്റ്റ് ഫ്ലർട്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുമ്പോൾ ഒരു തേർഡ് പാർട്ടി, പക്ഷെ അത് എന്തോ ഒരു കാരണം കൊണ്ട് മേ ബി അത് എൻഡായി പോയി കാണാം. സോ ആ ഒരു എൻഡിങ് അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലും പറയാം. 2 ഓഫ് വൺസ് ആണ്. സോ അവർ അതിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ പാസ്റ്റിൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷമം എന്ന് പറയുമ്പോൾ അഗൈൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും, ഓക്കെ, ചിലപ്പോൾ സംസാരിക്കാതെ ആവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, ഈവൻ ഒരു തേർഡ് പാർട്ടി, ഓക്കെ, വലിയ ഒരു റിലേഷൻ ചെറുതായിട്ട് അവർ ഇടയിൽ പോയിരുന്നു എന്ന് വിചാരിക്കും, അതിലും അവരെന്തെങ്കിലും അവർക്ക് തോന്നി കാണുമില്ല, അത് വേണ്ട, നല്ലതല്ല, നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്. കാരണം ഇവിടെ നമ്മൾ കർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അവർക്ക് ആ ഒരു റിയലൈസേഷൻ കൊണ്ട് മേ ബി ആ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടുമാറാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ തേർഡ് പാർട്ടി അവർ വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ടാവാം. ഒരു നോർമൽ ഹ്യൂമൻ, നമ്മൾ മനുഷ്യനാകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും അല്ലേ. സോ അങ്ങനെ ഒരു വിഷമം അവർക്ക്. ഇത് പക്ഷേ പ്രാക്ടിക്കലായിട്ട് റിലേഷൻഷിപ്പ് ആണ്, അല്ലാതെ അവിടെ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ്, സ്നേഹം എന്ന രീതിക്കല്ല കാണുന്നത്. അത് മനസ്സിലാക്കാം. ഓക്കെ, 2 ഓഫ് കോയിൻസ്, 2 ഓഫ് വൺസ് ആൻഡ് 3 ഓഫ് കോയിൻസ് ആണ്. അഗെയിൻ തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആരെങ്കിലും ആയിട്ട് അവരെപ്പോഴും ഒരു സഹകരിച്ചിരുന്ന ഒരു കാര്യം, ഓക്കെ, അത് എൻഡായി പോയ പോലെയാണ് എനിക്ക് കാണുന്നത്. 8 ഓഫ് വൺസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് 6 ഓഫ് കോയിൻസ് അവർ ആരോടോ സംസാരിച്ചിരുന്നതാണ്, അവർ വേറെ ഒരു സിറ്റുവേഷനിൽ കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വല്ലതും വന്നിട്ടുണ്ടാവാം. ബട്ട് അതിൽ നിന്ന് ഇപ്പോൾ അവർ പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അത് ആ സീക്രട്ട്, പക്ഷെ അവരുടെ മനസ്സിൽ അത് അവർ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ആ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അത് ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയാൽ പോലും, ഓക്കെ, അവർ ആരോടെങ്കിലും അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വെച്ചിരുന്നെങ്കിൽ, ഓക്കെ, ഇപ്പം അത് എൻഡ് ആയതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അവർക്ക് റിയലൈസേഷൻസ് വന്നിട്ടുണ്ട്, യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈഫിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആരാണ് വേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന രീതിക്ക് എത്തി യൂണിവേഴ്സ് അവരുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഓക്കെ, വേറെന്താണ് ഇവിടെ സീക്രട്സ് തന്നെ എടുക്കാം നമുക്ക്. ഫുള്ള് 2 ഓഫ് കപ്സ്, യെസ്, ഞാൻ പറഞ്ഞില്ലേ 3 ഓഫ് കപ്സ്, 3 2 യെസ്. ഓക്കെ, ആ തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ പോലെ എൻഡിങ് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ട് അവർ എൻഡ് ആവുന്നതായിട്ട് തന്നെയാണ് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് സോർട്സ് എനർജിയാണ്. ക്വീൻ ഓഫ് സോർട്സ് പറയുമ്പോൾ അത് ഒന്നുമില്ല, അതൊരു കൺട്രോളിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു, അതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നില്ല അവിടെ. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇടുന്ന എഫേർട്ടോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, ഓക്കെ, അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നില്ല. അവിടെ റിലേഷൻഷിപ്പ് ഒരു നല്ലൊരു ബന്ധമായിരുന്നില്ല, അത് ഒരു കാർമിക് ബന്ധമായിരുന്നു എന്ന് തന്നെ വിളിക്കാം നമുക്ക്. ഓക്കെ, ബട്ട് അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഫൂളാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു വളരെ ഒരു എന്താ പറയുക, അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു ശരിക്കും ജെനുവിൻ ആയിട്ട് നിന്നത് ആരാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളത് ആരാണ് എന്ന്. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് വൺസും നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്റ്റാർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു പ്രതീക്ഷ അവർക്ക്, നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് കാണുന്നുണ്ട്. അവർക്ക് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്നുള്ളത്. സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ, അത് നിങ്ങളോടാണ് അവരത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടി എൻഡ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ,
ത്രീ ഓഫ് കോയിൻസ് ഉണ്ട് ഇവിടെ. സോ രണ്ടും പറയുന്നത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസും ഉണ്ട്, ഒരു ഹിഡൻ എനർജി തീർച്ചയായിട്ടും ഉണ്ട്. അത് തേർഡ് പാർട്ടി തന്നെയാണ്. തേർഡ് പാർട്ടി പക്ഷേ എന്തായി പോകുന്നതാണ് കാണുന്നത്. അവിടെ ഒരു സ്നേഹമോ ഫീലിങ്സോ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല. ബട്ട് ഒരു ജസ്റ്റ് നമ്മൾ പറയില്ല, ഒരു കാഷ്വൽ ആയിട്ടൊരു പരിചയം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈവൻ ഒരു അറ്റാച്ച്മെന്റ് തോന്നി കാണാം, ഒരു അട്രാക്ഷൻ തോന്നി കാണാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ബട്ട് അത് വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നാണ്. 2 of Cups പറയുമ്പോൾ നമ്മൾ വളരെ അത്രയും സ്നേഹമാണ്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നാണ് അവർ. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും പരസ്പരം നിങ്ങൾക്ക് സ്നേഹത്തോടെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളോട് പക്ഷെ മറക്കുന്നുണ്ട്, മേ ബി സൈലന്റ് ആവുന്നുണ്ടാവാം ചില സമയത്ത്. അപ്പം സൈലൻസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി എൻഡ് ആവുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആ ഒരു പാസ്റ്റിലേക്ക് കിടക്കും, ഞാൻ ഇങ്ങനെ ചെയ്തു പോയില്ലേ എന്നൊരു തോട്ട്. കാരണം ഇവിടെ ആ ജഡ്ജ്മെന്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ചെയ്ത് തെറ്റ്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുമ്പോഴും മേ ബി നിങ്ങൾ അവരെ അത്രയും സ്നേഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അത് കാണുമ്പോൾ അവർക്കൊരു തോന്നുന്നുണ്ടാവും, ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. എന്നാലും നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയാനും സാധിക്കില്ല. ഓക്കെ, തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ പിന്നെ അത് ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല, അല്ലേ? നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ള പേടി ഉണ്ടാവാം. ഓക്കെ, ലാസ്റ്റ് 2 കാർഡ്. നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നു? ഓക്കെ, ഞാൻ പറഞ്ഞ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ചെയ്തു പോയ തെറ്റിന് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. അവർ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അവര് മെന്റൽ ബ്ലോക്കേജ് ഉണ്ട് ഇപ്പോൾ അവർക്ക്. ഓക്കെ, അതായത് മെന്റലി അവർക്ക് തോന്നുന്നുണ്ട് ദറ്റ് അവർ ചതിച്ചു നിങ്ങളെ, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു, അവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് മറച്ചു എന്നുള്ളത് അവർക്ക് ഒരു റിഗ്രറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവരെ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. സോറി, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, എന്താവോ ഒരു സ്റ്റോപ്പിങ്ങിൻ്റെ ഒരു ഇത് കിട്ടിയില്ല എനിക്ക്. ഓക്കെ, 5 of Wands ആൻഡ് Queen of Swords. യാ, ഒരു സിറ്റുവേഷൻ എൻഡായി പോവുക തന്നെയാണ്. ഓക്കെ, ഡെവിൾ എനർജി വന്നിട്ടുണ്ട് വീണ്ടും. അവർ 3 of Swords. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ശരി. ഓക്കെ, ഇത് കൂടുതൽ എടുക്കുന്നില്ല, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വരാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം കാണുന്നുണ്ട്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Queen of Swords എനർജി വീണ്ടും വന്നിട്ടുണ്ട്. സോ അവിടെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നല്ലൊരു ബന്ധമല്ല, അതിൽ നിന്ന് അവർ വിട്ടുവരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, സോ ഇപ്പം നിങ്ങളോട് അധികം തുറന്ന് പറയുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അത് അവരുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക, ഗിൽട്ട്, കുറ്റബോധവും അവർക്കൊരു വിഷമവും കൊണ്ടാണ് അവർക്ക് നിങ്ങളോടൊന്നും പറയാൻ സാധിക്കാത്തത്, കിട്ടാത്തത്. ഓക്കെ, സോ ബട്ട് എന്നാലും നിങ്ങളെ വേണമെന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ട് നഷ്ടപ്പെടുക എന്നവർക്ക് പേടിയുണ്ട്. സോ ജസ്റ്റ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, സമയം കൊടുക്കൂ, ജസ്റ്റ് സൈലന്റ് ആയിട്ട് നിങ്ങളിരിക്കൂ. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിലിൽ നിങ്ങൾക്ക് അറിയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഓക്കെ, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ, സത്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ. ഓക്കെ, മാപ്പ് കൊടുക്കണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം, അല്ലേ? ഓക്കെ, നമുക്ക് ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. മാപ്പ് കൊടുക്കണോ? ഈശ്വര. ഓക്കെ, ഫർഗീവ് ആൻഡ് റിലീസ്, ന്യൂ ലവ്. ഓക്കെ, കുറച്ച് പേർക്ക് സോൾമേറ്റ്, ടേക്ക് യുവർ പവർ ബാക്ക്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് ഉണ്ട്, പേഷ്യൻസ്, ഹാവ് ഫെയ്ത്ത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ് ഇവിടെ. ഒന്ന്, നിങ്ങളോട് പറയുന്നത് ഫൊർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അവരെ കർമ്മയാണ്. ഓക്കെ, ഫൊർഗീവ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, യെസ്, നിങ്ങളെ വേദനിപ്പിച്ചു, ശരി തന്നെയാണ്, നിങ്ങൾക്ക് അവരെ മാപ്പ് കൊടുത്ത്, പക്ഷെ തിരിച്ച് സ്വീകരിക്കണോ വേണ്ടേ, അത് നിങ്ങളുടെ കയ്യിലാണ് തീരുമാനം. ടേക്ക് യുവർ പവർ ബാക്ക്, നിങ്ങളുടെ കയ്യിലാണ് ഇനി ഡിസിഷൻ. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോടെല്ലാം പറയും. ഓക്കെ, നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് കാണുന്ന സയൻസ്, സിമ്പിൾസ് അല്ല, എല്ലാം നിങ്ങൾക്ക് പലതും, നിങ്ങളുടെ പേഴ്സണിന് ചിലപ്പോൾ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും തോന്നുന്നുണ്ടാവും. അത് അത്രയ്ക്ക് സ്ട്രോങ് ബോണ്ടായിരിക്കും നിങ്ങൾ, കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ല, സോൾമേറ്റ് ഔട്ട് ആൻഡ് ഫ്ലെയിം ഒക്കെ ആവാം. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, ദിസ് പേഴ്സൺ ഈസ് യുവർ സോൾമേറ്റ്, യുവർ കണക്ഷൻ ഇസ് സീക്രട്ട്. യെസ് പേഴ്സൺ, യെസ്, നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു നല്ല സ്ട്രോങ് ബോണ്ടാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ബട്ട് അവർ പറഞ്ഞ് മനുഷ്യന്മാരാണ്, ഹ്യൂമൺ ആണ്, അല്ലെ? തെറ്റുകൾ ആർക്കും പറ്റിപ്പോവും. ആൻഡ് അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിലപ്പോൾ അവരെ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് എന്ന ഒരു കാര്യമൊന്നും അവർ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ടാരോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ട്, സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷനൊക്കെ യൂണിവേഴ്സ് തരും. പക്ഷെ അവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കൂ. ഓക്കെ, അവരിത് അറിയണം നിർബന്ധമില്ല. ഓക്കെ, സോ ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അവരിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ്.
സോ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് റിലീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വിട്ടുകളയാൻ ഇൻ ദ സെൻസ് നിങ്ങളുടെ മനസ്സിൽ നിന്നൊന്നും എടുത്തു കളയാൻ സാധിക്കില്ല, ബട്ട് മാറി നിൽക്കൂ. ഓക്കെ, എൻ്റെ ഒരു അഡ്വൈസ് അത്രയേ ഉള്ളൂ. നിങ്ങൾ അല്പം മാറി നിൽക്കൂ, കുറച്ച് ചേസ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ ഒരു പവർ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. ഓക്കെ, കൺട്രോൾ വേറൊരാളുടെ കയ്യിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ കൺട്രോൾ കൊടുക്കാതിരിക്കുക. ആ പേഴ്സൺ ഇങ്ങനെ റിയാക്ട് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത് ഇവിടെ. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആവുക. ഓക്കെ, അവരെന്ത് ചെയ്താലും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരിങ്ങനെയാണ്, എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കട്ടെ, അതിൽ നിന്ന് പഠിക്കട്ടെ. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കും. പേഷ്യൻസ്, ക്ഷമയില്ലാതെ നടക്കില്ല. ഓക്കെ, നല്ലോണം ക്ഷമ വയ്ക്കണം. അത് ഈ കാർഡ്സ് വെച്ചിട്ട് ഐ തിങ്ക് ഞാൻ ഇനി ഒരു ദിവസം പറയാൻ ശ്രമിക്കാം. കുറേ പ്ലാൻ ഉണ്ട് എനിക്ക്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എനിവേ, ന്യൂ ലവ് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫൊർഗീവ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു പുതിയ ബന്ധമായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. കുറച്ച് പേർക്ക് ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ അർഹിക്കുന്ന തരത്തിലും മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് സോൾമേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ ഇതൊരു സോൾമേറ്റ് അല്ലേ എന്ന് പറയും. ഓക്കെ, ബട്ട് ആ സോൾമേറ്റ് അവരെ ലൈഫിൽ കർമ്മയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില കർമ്മ കൊണ്ട് അവർ ഗ്രോ ചെയ്തിട്ടില്ല, സ്പിരിച്വലി ഇവോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒരു ഒന്നിക്കൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വേറെ നിങ്ങൾക്ക് പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും വരാനുള്ള ഒരു സാധ്യതയാണ്. പുതിയൊരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേര് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് വേണോ, അതോ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ? പക്ഷെ ഇവിടെ എന്താണ്, ക്ഷമ വേണം. ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണം, നല്ലോണം ക്ഷമ വേണം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. എന്ന് വെച്ച് മാപ്പ് കൊടുത്ത് അവർ തിരിച്ച് സ്വീകരിക്കാനല്ല. അതാണ് ഞാൻ പറയുന്നത്. ആ പോയിന്റ് വീണ്ടും വീണ്ടും ഓർമ്മിക്കാം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യം നോക്കി നടക്കുക. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് കെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കെയർ ചെയ്യുക, സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുക, പറയുക, അവരൊക്കെ കെയർ കാണിക്കുക, എല്ലാം ചെയ്യാം. ഓക്കെ, ബട്ട് എന്ന് വെച്ച് നിങ്ങളുടെ ജീവിതം അവിടെ നിന്ന് പോരുത്, നിങ്ങളുടെ ജീവിതം അവിടെ സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, ഐ ഹോപ്പ് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി ഒരിക്കൽ പറയാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.